ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട്. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്നാ ചോദിച്ചത്. പട്ടി 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 കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോവാലൻ. എന്താണ് എത്ര കിളിക്കാൻ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കടസമൊക്കെ വലിച്ച് കേറ്റാമല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഐ ആം വിശാലക്ഷൻ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി. ഇയർലെസ് അല്ലേ? യെസ്. ഒരു കാരണവശാൽ തന്റെ കുന്ത്രാണത്തിൽ ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കണേ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും. അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ കേമനാണെന്ന്. എച്ചിക്കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. 100 കൂട്ടം ജോലിയുണ്ട്. മില്ലിൽ പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റില്ല. നോക്കിയോ നീ? 3 ലോഡ് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അഴിച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നേ. നിന്റെ ചെവിക്കിന് പറിച്ച് കളടാ. അത് വൈകുന്നേരം പോകാം. ചെവിടും കേട്ടിട. എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്. തേങ്ങ തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീല് പാര വച്ചു. പാരയ്ക്ക് ഒരു പാര. അതൊരു പാര, ഇത് അപാര പാര. നന്നായിരിക്കുന്നു. പാറ വക്കീലാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പാര വക്കീലാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പാരേ പാറയുമല്ല പാരയുമല്ല, വീറ വക്കീലാടാ പുല്ലേ. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതാര് വക്കീലോ? കോടതിയിലേക്ക് പോകുന്ന വഴിയാ. സന്ധ്യയ്ക്ക് കുറച്ച് ബുക്സ് കൊടുക്കാനുണ്ടായിരുന്നു. വെരി ഗുഡ് ബുക്സ്, യു നോ. സന്ധ്യ രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടോ? ഇതാ എൻട്രൻസ് ഗൈഡാ, ഫ്രണ്ട്സിന് ഉപയോഗപ്പെടും. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവിടെ ഡാക്ടർ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ള വാശിയിലാണോ വക്കീലെ? എനിക്ക് നഷ്ടമായത് സന്ധ്യയെങ്കിലും നേടട്ടെ. വലിയൊരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്. പക്ഷെ വിധി എന്നെ ഒരു അഡ്വക്കേറ്റ് ആക്കി മാറ്റിക്കളഞ്ഞു. അല്ല, ഈ വക്കീൽ പണി അത്ര മോശം പണിയൊന്നും അല്ലല്ലോ. മോശമൊന്നുമല്ല. വക്കീൽ പണി മോശമല്ല, പക്ഷെ പാരപ്പണി മോശമാണ്. എന്റെ ദൈവമേ, ഇവൻ ഇനി പോയില്ലേ? പോകാൻ തന്നെയാണല്ലോ വന്നത്. പാർക്കലാം. സോറി, ഞാൻ അല്പ ലേറ്റായി. സാരല്ല, ഞാൻ തന്നെ അങ്ങ് തുടങ്ങി. ഇക്കണക്കിന് പോയാ ചിലപ്പോ ഇത് തന്നെ തൊഴിലാക്കേണ്ടി വരും. പാര, അസൽ പാര, വക്കീൽ പാര. അതെ, ഗോപാലൻ മുതലാളിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായ വക്കീൽ സന്ധ്യയെ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്നു. താൻ എന്തായി പറയുന്നത്? അതേടാ, എന്റെ ഈ തൊഴിൽ സത്യമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തുകൊണ്ടു? ഒരു കെട്ട് പുസ്തകങ്ങളുമായി അയാൾ അവളെ കാണാൻ വന്നു. ആ കറുത്ത കോട്ടിട്ട കാട്ടാളൻ അവൾക്ക് നൽകിയ പുസ്തകങ്ങളുടെ താളുകൾക്കിടയിൽ ഒരു പ്രേമലേഖനം ഒളിപ്പിച്ചിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? മുരളി, അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നിറഞ്ഞ വെടിമരുന്നുകൾക്കരികിൽ ഒരു മുറി ബീഡി കൊളുത്താൻ പോലും തീപ്പട്ടി ഉരസാൻ ആരെ അനുവദിക്കരുത്. കംപ്ലീറ്റ് കത്തിപ്പോവും. എന്റെ പ്രവചനം എപ്പടി കൃത്യസമയത്ത് അയാളുടെ എത്തിയില്ലേ? ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അത് ഉദാത്തമായ പ്രേമം തന്നെ. ഒന്ന് കൂവിയാലോ? ഇനി നമ്മൾ ഇവിടെ നിന്ന് കൂവിട്ട് എന്താണ് കാര്യം? അതെ, കാര്യമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ. നമുക്ക് കൂവി പ്രതിഷേധിക്കാം. ഈ ക്രിമിനൽസിന്റെ കാര്യത്തിൽ ഞാൻ
പാരവക്കീലെ പഞ്ചാരയടി നിർത്തടാ, പാരവക്കീലെ പഞ്ചാരയടി നിർത്തടാ. നമുക്ക് പോവാം. മാറിക്കോ, ഇങ്ങോട്ട്. ഓഹോ, ഇദ്ദേഹമാണോ നേതാവ്? ബെസ്റ്റ് ഇദ്ദേഹം. കുഞ്ചു വിട്ടാടാ. കൂവി തോൽപ്പിക്കുന്ന നല്ല കേമത്തം. കോഴിയെ കിട്ടാതെ വരുമ്പോ കുറുക്കന്മാരുടെ ഒരു തരം താണ പ്രതിഷേധായത്. സഹായിക്കട കുഞ്ചു. ഒക്കെ കേട്ടു. പാറവക്കീൽ, പാരവക്കീൽ, പഞ്ചാരവക്കീൽ. എന്താണ് പഞ്ചാര? അർത്ഥം നിങ്ങൾക്കറിയോ? പഞ്ചസാര. യെസ്, ഷുഗർ. സംസ്കൃതത്തിൽ അതിന് ശർക്കര എന്ന് പറയും. അറബിയിൽ അൽസൊക്കർ, സ്പെയിനിൽ അസൂക്കർ, ഫ്രാൻസിൽ ഫുക്രി അഥവാ ശുക്രി. അപ്പോൾ മുക്രി? മുക്രി പള്ളി. പിന്നെ വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വകുപ്പുണ്ട്, 509. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വകുപ്പ് ലംഘിക്കുന്നവർക്ക് 1 വർഷം തടവോ 50,000 രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചു അനുഭവിക്കേണ്ടി വരും. നിയമപ്രകാരം ഈ ശിക്ഷകൾക്കെല്ലാം അർഹരാണ് നിങ്ങൾ. പക്ഷേ ഞാനിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ എന്നെപ്പോലെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ വിചാരിച്ചാൽ ഏത് നിരപരാധിയെയും കൊലയാളിയാക്കാം, ഏത് കൊലയാളിയെയും നിരപരാധിയുമാക്കാം. അത് മാത്രം മറക്കണ്ട. ഇതും മറക്കണ്ട. താങ്ക്സ്. എടുത്തോണ്ട് പോടോ കരിമ്പോതമേ. എന്ത് നല്ല മനുഷ്യൻ. നിന്നെയും വക്കീലിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ വക്കീലിന് വിവരമുണ്ട്, നിനക്ക് ഉയരമുണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ കരുതിയതുപോലെ അത്ര നിസാരനല്ല രാധാകൃഷ്ണൻ വക്കീൽ. എന്തായാലും നമുക്കൊരു തീരുമാനത്തിലെത്താം. വക്കീലിനെ നേരിൽ ചെന്ന് കാണാം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 12,222 പേജുള്ള ആ തടിച്ച നിയമപുസ്തകം ഉദ്ധരിച്ചാൽ എന്റെ നിർവചനം കോടതിയുടെ മാന്യത പരിപാലിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നാണ്. സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരംഗം, മാന്യനായ ഒരു വ്യക്തി, അതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചീപ്പായ ഈ റിക്വസ്റ്റിനോട് ഞാൻ വളരെ മാന്യമായി പ്രതികരിക്കുന്നു. ആ പെൺകുട്ടിയെ എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. ഐ ലവ് ഹർ. ഈ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയെ ലവ് ചെയ്യാനും വിവാഹം കഴിക്കാനും എന്തുകൊണ്ടും യോഗ്യൻ ഞാൻ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അവൾക്ക് ബോധ്യമുണ്ട്, ഈ നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമുണ്ട്. മുരളി കോളേജിൽ പഠിക്കുമ്പോ അവള് 9ാം ക്ലാസ്സിൽ. അപ്പൊ മുരളി അവക്കൊരു ലവ് ലെറ്റർ കൊടുത്തിരുന്നു. വാട്ട് ലെറ്റർ? ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുക എന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. പോട്ടെ, 1ലും 9ലും ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഇപ്പൊ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അല്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ഇഷ്ടമാണ് എന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പറയാതെ തന്നെ അത് ഗ്രഹിക്കാനുള്ള വിവേകം അവൾക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഐ മീൻ, ഞാൻ എന്റെ നൊബിലിറ്റി കീപ്പ് ചെയ്യുന്നു. That's all. ഓഹോ, അപ്പൊ ഇതും ഒരു ഒൺവേ. എന്തായാലും ഒൺവേ റൂട്ടിലുള്ള മത്സരമാവുമ്പോ ആക്സിഡന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടായെന്ന് വരും. അർഹതപ്പെട്ടതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അഥവാ ഇനി തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ പിന്മാറാം. പക്ഷേ അതുവരെ ഞാൻ മത്സര രംഗത്തുണ്ടാവും. ഓക്കേ? ആഗ്രഹങ്ങളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുന്ന 2 പാവം കാമുകന്മാർ. ഇവരിൽ ഞാൻ എത്രയോ ഭേദം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അച്ചേട്ടനെയും ചേച്ചിയും ബഹുമാനിക്കുന്നു. നിന്റെ കുഞ്ചേട്ടനെ ഭയപ്പെടുന്നു. കുഞ്ചോട്ടന് സംശയമുണ്ട്. ദിവ്യമായ പ്രേമത്തെക്കുറിച്ച് നിന്റെ കുഞ്ചേട്ടന് ഒന്നും അറിയില്ല. അവൻ ശിശു. വിശാലാക്ഷന്റെ ഈ ശരീരം വിശാലമായി ഒന്നേയുള്ളൂ, ഹൃദയം മാത്രം. ട്യൂട്ടോറിയലിലെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എപ്പോഴാ കല്യാണമെന്ന്. ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ നിന്നും എനിക്ക് പ്രമോഷൻ കിട്ടും. പിന്നെ നമ്മുടെ വിവാഹം. ചേച്ചിയുടെ വിവാഹം 16ാം വയസ്സിലാ കഴിഞ്ഞത്. നിന്നെ ഞാൻ 18ൽ കെട്ടും. അപ്പോഴവൻ ഞെട്ടും. അതുവരെ നമുക്ക് ഇങ്ങനെ പ്രേമിച്ചു സല്ലപിക്കാം. എന്തേ? അയ്യോ, പതുക്കെ പറ, ചേച്ചിയും ചേട്ടനും അകത്തുണ്ട്. ഓക്കേ. എനിക്കാകെ പേടിയാവുന്നു.
ആ കുഞ്ചിച്ചക്കനെ ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ അത് മതി ഇനി ഒരു ബഹളത്തിന്. ദേ ഒന്ന് ചെന്നാ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്താ നിന്റെ അനിയത്തിയെ കെട്ടിക്കാനുള്ള പണം കൊച്ചനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എന്നാലും പ്രായമായ പെണ്ണിനെ ഇങ്ങനെ പ്രേമിക്കാൻ വിട്ടാ? എടി, ഈ ബന്ധം ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാ മതി. അവൻ ആരാന്നറിയാം നിനക്ക്? ഓഫീസർ, ഫീൽഡ് ഓഫീസർ, FO. എന്തായാലും വത്സലയ്ക്ക് ചേർന്ന ബന്ധമൊന്നും അല്ല, ഒരുമാതിരി കൊക്കിനെ പോലെ. അല്ല, എല്ലാവർക്കും എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ കിട്ടുമടി. ഓ പിന്നെ എടി, ഈ വിവാഹം ഒരു ഭാഗ്യമാണ്, അതിലേറെ ബാധ്യതയും. ഏത് ചെറുകിടക്കാരനെയും വൻ കടക്കാരനാക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ വിവാഹം. യു അണ്ടർസ്റ്റാൻഡ്? ഓ. എല്ലാം തികഞ്ഞവനായിരിക്കണം നിന്റെ ഭാവി വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം തികച്ചു. എനിക്കിപ്പോ സാഹിത്യം അറിയാം. ഞാനല്പ സാഹിത്യം വായിക്കട്ടെ. നമുക്ക് അകത്തളങ്ങളിൽ എവിടെയെങ്കിലും ചേക്കേറാം. വരൂ. പ്രാം. പ്രാം. പ്രാണ പ്രാണപ്രിയേ ചാരുലതേ ചഞ്ചല ഹൃദയേ കോമളാങ്കി കോമള അങ്കി നീ എന്റെ വത്സേ വത്സലേ വത്സലേ ഓ വത്സലേ വത്സലേ. നിന്റെ പൂങ്കവളിൽ ചുടുചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ? പറയൂ പറയൂ. ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച് നിന്റെ മോന്നര ഷേപ്പ് ചെയ്യാൻ മഞ്ഞ പട്ടി. എടാ എലുമ്പേ, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ പ്രേമിക്കണോടാ? അല്ലാതെ എന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? ഉത്തരം പറയുന്നോടാ. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ കയറി വന്നത്? ഏത് പട്ടിയാടാ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്? ഞാനാ. ഞാനാണ് അവനെ സ്വീകരിച്ചിരുത്തിയത്. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? അതെ, വത്സലയും വിശാലാക്ഷനും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ്. താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും. പ്രേമിക്കാനും പെണ്ണ് കെട്ടാനും എന്ത് യോഗ്യത ഇവനുള്ള? എന്റെ വ്യക്തിത്വത്തിൽ തുടരുത്. അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. നിന്നേക്കാൾ യോഗ്യത അവനുണ്ട്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ FO ആണ് അവൻ. FO. അതിനോടൊപ്പം ഒരു എക്സ് കൂടി ചേർത്താ പൂർണ്ണമാകും. FOX ഫോക്സ്. അയ്യോ ചേച്ചി, വിശ്വട്ടിനെ കുറുക്കാന്ന് വിളിച്ചു. അതിഥികളെ ആക്ഷേപിക്കരുത്. അതിഥിയോ? അതെ, ഇപ്പൊ അതിഥി. വൈകാതെ തന്നെ ഇവൻ നിന്റെ അളിയനും ആവും. എന്റെ പെങ്ങളാണ് ഇവള്. ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒരു പവൻ പൊന്നോ ഒരു 100 രൂപ നോട്ടോ തികച്ച് കാണാത്ത നീ എന്ത് തീരുമാനിക്കാനടാ? പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ചയക്കാമെങ്കിൽ നീ തന്നെ തീരുമാനിച്ചോ. ഏത് കോലോത്ത തമ്പുരാനെ കൊണ്ട് വേണമെങ്കിൽ കെട്ടിച്ചോ. എനിക്ക് ഈ തമ്പുരാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനേ സാധിക്കൂ. അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചമയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്റെ റേഷൻ കാർഡ് ഞാൻ കീറിക്കളയും. മനസ്സിലായടാ? എന്നെങ്കിലും ഒരു ഇരുട്ടടി നിനക്ക് ഞാൻ തരുവടാ പട്ടി. എന്താടാ നോക്കി പേടിപ്പിക്കാടാ ഞാനൂലേ? പേടിച്ചു പോയല്ലേ? തമ്പുരാൻകുട്ടി ഇരിക്കേ. എന്ത് പറ്റി? കീറിയോ? ആ, പുട്ടും കടലയും കോഴിയിറച്ചി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്.